പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ 1 മക്കബയർ 1-ാം അധ്യായത്തിലെ 25-ാം വചനം, ഇസ്രായേലിയരെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടുവന്നു. പ്രിയ സഹോദരങ്ങളെ, പണ്ട് നടന്ന സംഭവം ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്ക് വേദന വരുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിലെ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ്. അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന രാജാവ്, അവൻ്റെ കാലത്താണ് തുടക്കം കാണിക്കുന്നത്. അവൻ ഈജിപ്ത് ദേശമെല്ലാം പിടിച്ചടക്കി ഇസ്രായേലിനെ വരുതിക്കുള്ളിലാക്കി. ഇസ്രായേലിലെ ജനങ്ങളെ അവർ കൊള്ളയടിച്ചു. അതെങ്ങനെയെന്ന് വെച്ചാൽ ചതിവായിട്ട് അവരോട് സംസാരിച്ചു, സമാധാനപൂർവ്വം. അവരുടെ പ്രവൃത്തിയാണത്. എപ്പിഫാനസ് എന്ന് പറയുന്ന ആ രാജാവ് ചതിവായിട്ട് സമാധാനപൂർവ്വം സംസാരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്നൊരു കടന്നാക്രമണം. ആ ആക്രമണത്തിൽ അവരെ സകലതും നശിപ്പിച്ചു. അന്ന് അക്കാലത്ത് വീടുകൾ, അവരുടെ എല്ലാ സമ്പത്തുകളും, അവരുടെ സ്ത്രീകളെയെല്ലാം കുട്ടികളെയെല്ലാം തടവിലാക്കി. കുറേ പേരെ കൊന്നൊടുക്കി, ചിതറി ഓടി പലരും. എന്നിട്ടും പിന്തിരിഞ്ഞ ശേഷം ഇസ്രായേലിലെ ചിലരെ, കുറച്ച് പേര് അവരുടെ ജീവനിൽ പേടിച്ചുകൊണ്ട്, അവർക്ക് ജീവൻ വേണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടിട്ട് കുറച്ച് പേര് അവരോട് കൂടി ചേർന്നു. അവർ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങി. അക്കാലത്ത് സാപത്താചരിക്കണം, പരിച്ഛേദനമൊക്കെ ചെയ്യണമായിരുന്നു. മ്ലേച്ഛമായ മാംസങ്ങളും, അതായത് ചെതമ്പലുള്ള മത്സ്യങ്ങളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ആ കാലത്ത് ചെതമ്പലുള്ള മത്സ്യങ്ങളെ, ചെതമ്പലില്ലാത്ത മത്സ്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അതുപോലെ മൃഗങ്ങളെ